ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദിയുടെ റൂമിലേക്ക് വരികയാണ് പോലീസുകാർ. അതിനുശേഷം പോലീസുകാർ ആ റൂമിൽ നിന്നും എന്തെങ്കിലും സംശയാസ്പദമായ സാധനങ്ങളുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെയാണ് ആദിയുടെ റൂം ഏതാണെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവർ രണ്ടൊന്ന് റൂം നോക്കിയതിന് ശേഷം ആദിയുടെ റൂമിൽ ചെന്നു. അതിനുശേഷം കട്ടിലടിയിൽ കിടന്നിരുന്ന ആ വിഷക്കുപ്പി എടുക്കുകയാണ്, അല്ലെങ്കിൽ കളനാശിനിയുടെ കുപ്പി എടുക്കുകയാണ് കേട്ടോ. അതും ആദിയുടെ റൂമിൻ്റെ കട്ടിലടിയിൽ നിന്ന് തന്നെയാണല്ലോ കിട്ടുന്നത്. ഇതേ സമയം ആദ്യം മഹേഷും കൂടെ ആകെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ ആകാശിൻ്റെ വാക്ക് കേട്ട് ഏകപക്ഷീയമായിട്ട് പ്രവർത്തിക്കരുത് എന്ന് പോലീസ് വന്നപ്പോൾ മഹേഷ് പറഞ്ഞു. ആകാശ് പറഞ്ഞതൊക്കെ കള്ളമാണ്. എന്നോട് വൈരാഗ്യം തീർക്കാനാണ് അയാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യമാണെ സങ്കടപ്പെട്ട് കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ട്. ആദിക്ക് യാതൊരുവിധ മാനസിക പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ മേലെ കുറ്റം ചേർത്തുവാണല്ലോ. വിശദമായ അന്വേഷണം വേണം സാർ. തെറ്റ് ചെയ്ത് ആരായാലും ശിക്ഷിക്കപ്പെടണം. അതെന്താ മകനിൽ നിങ്ങൾക്ക് ഇത്രയും വിശ്വാസം വരാനുള്ള കാരണം? സംഭവം നടക്കുമ്പോൾ ഇവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നത് തന്നെ. നിങ്ങളുടെ വിശ്വാസം പോരല്ലോ എനിക്ക്. നിങ്ങളെ കണ്ടപ്പോൾ ഇവൻ എന്താ പറഞ്ഞത്? കുഞ്ഞിൻ്റെ കൂടെ മഞ്ജിമ മാത്രമേ ഉണ്ടായിരുന്നു എന്നല്ലേ? അത് പറയാൻ അവൻ്റെ എന്തൊരു ആവേശമായിരുന്നു. അപ്പോഴേ ഞാൻ നോട്ട് ചെയ്തതാ. മഞ്ജിമയുടെ തലയിൽ നിനക്കിത് കെട്ടിവെക്കണം അല്ലേടാ? സാറിൻ്റെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? സാറിന് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. എൻ്റെ കുഞ്ഞ് അത്യാസന്ന നിലയിൽ ഐസിയുയിൽ കിടക്കാണ്. ദയവ് ചെയ്ത് ദ്രോഹിക്കരുത്. സോറി മഹേഷ് ചന്ദ്രൻ, എനിക്ക് ആദ്യം കൂടുതൽ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. ഞങ്ങൾ അവനെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ആദ്യമാണെങ്കിൽ ആകെ പേടിച്ചത് കേട്ട്. നടക്കില്ല സാറേ, നടക്കില്ല. എൻ്റെ മകനെ കൊണ്ടുപോകാൻ നിങ്ങളെ ഞാൻ സമ്മതിക്കില്ല. ആകാശിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ നാണംകെട്ട കളി നടത്തുന്നതെങ്കിൽ ഞാനത് സമ്മതിച്ചു തരില്ല. നിങ്ങൾക്ക് മുകളിൽ മഹേഷ് ചന്ദ്രൻ അറിയുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അതെ, ആകാശിന് വേണ്ടിയിട്ട് വീട്ടുപണിയാനല്ല ഞാനിവിടെ ഈ യൂണിഫോം ഇട്ടേക്കുന്നത്. അയാളിവിടെ എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അമ്മ അയാൾ കൊണ്ടു നടക്കുന്നതിൻ്റെ അധികാരം കൊണ്ട് തന്നെയാണ്. ഇവനെ ഞാൻ കൊണ്ടുപോകുന്നു തീരുമാനിച്ചാൽ കൊണ്ടുപോകും. എന്നാൽ പിന്നെ താൻ എൻ്റെ മോൻ്റെ ദേഹത്തൊന്ന് തൊട്ടി നോക്ക്. അതെ മഹേഷ് ചന്ദ്ര, നിൻ്റെ മോനെ രക്ഷിക്കാൻ ദൈവം വിചാരിച്ചാൽ പോലും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പം തന്നെ മഹേഷിന് എന്തോ പന്തികേട് തോന്നി. ഇവൻ തന്നെയാണ് ഉറങ്ങിക്കിടന്ന കുഞ്ഞിൻ്റെ മുഖത്ത് പോയിസൺ സ്പ്രേ ചെയ്തത്. എന്നിട്ട് ഇവൻ ഒന്നും അറിയാത്ത പോലെ നിങ്ങളോടൊപ്പം വന്ന് നോക്കിയവരൊക്കെ കുഞ്ഞ് ഉറങ്ങുവാണെന്ന് കരുതി വേഗം തിരിച്ചു പോവുകയല്ലേ ചെയ്തത്. അങ്ങനെയല്ലേ സംഭവിച്ചത്? ആകാശിൻ്റെ വാക്കുകൾ നിങ്ങൾ അനുകരിക്കരുത് എന്ന് മഹേഷ് പറഞ്ഞപ്പം ഒരച്ഛന് മകനോടുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത്. ഞാൻ കേട്ടു നിന്നത് നിങ്ങളുടെ വികാരം മനസ്സിലാക്കിയാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, തെളിവുകളോടെയാണ് അത് ചെയ്തത് ഇവനാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നത്. എൻ്റെ മോനെതിരെ എന്ത് തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയത്? ആകാശ് പറഞ്ഞുണ്ടാക്കിയ മാനസിക പ്രശ്നമോ? പിന്നെ ഞാനെന്താ ക്യാൻറ്റീനിൽ ചായ കുടിക്കാൻ പോയതായിരുന്നോ? തൻ്റെ ഫ്ലാറ്റിൽ കയറി തൊണ്ടി തരികയായിരുന്നു പോലീസ്. ഇവൻ്റെ റൂമിൽ നിന്ന് അത് കിട്ടുകയും ചെയ്തു. കീടനാശിനിയുടെ സ്പ്രേ ബോട്ടിൽ കണ്ടെടുത്തു പോലീസ്. അതും ഇവൻ്റെ മുറിയുടെ കട്ടിലടിയിൽ നിന്ന്. ഡാഡി, എനിക്കൊന്നും അറിയില്ല ഡാഡി എന്നും പറഞ്ഞ് ആദ്യം കരച്ചില്ല. എന്നിട്ട് ഒരു കോൺസ്റ്റബിളിനോട് എസ് ഐ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ കണ്ടതല്ലേ, സാറ് പറഞ്ഞത് സത്യമാണ്. കുട്ടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയേ പറ്റുള്ളൂ. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. കൂടുതൽ ഫോഴ്സിനെ വിളിക്കേണ്ടി വരും. അത് പിന്നെ കൂടുതൽ ഒച്ചപ്പാടും ബഹളവും പ്രശ്നമൊക്കെ ആകും. എന്നിട്ടൊരു വനിതാ പോലീസ് വന്ന് ആദിയുടെ കയ്യിലേക്ക് പിടിക്കുക. കുഞ്ഞാവ് എൻ്റെ അനിയത്തിയാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കുക. എനിക്ക് എൻ്റെ അനിയത്തി ഇഷ്ടമാണ്, കുഞ്ഞാവ് എൻ്റെ അനിയത്തിയല്ലേ എന്നും പറഞ്ഞ് ഡാഡിയെ കെട്ടിപ്പിടിച്ച് കരയാണ്. എനിക്കതിന് കഴിയോ ഡാഡി? ഞാൻ എൻ്റെ അനിയത്തി ഇല്ലാതാക്കാൻ നോക്കുമോ? ഞാൻ അങ്ങനെ ചെയ്യില്ല ഡാഡി എന്നും പറഞ്ഞ് കൊച്ച് കരയുക. മോൻ്റെ മുറിയിൽ നിന്ന് അങ്ങനെ ഒന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആരോ കൊണ്ടുവച്ചതാ, എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടി ചെയ്തതാ. എടാ മോനെ, കാര്യങ്ങൾ നിനക്ക് അനുകൂലമല്ല. നീ ആൾ പുലിയാന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. മഹേഷേ, മോനെ വിട്ടുകൊടുക്ക്. എന്നിട്ട് നിങ്ങൾക്ക് നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾ ചെയ്യുക. ഇതേ സമയം ഇഷിത ഐസിയിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. പുറത്തിറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ആദ്യം കൊണ്ടുപോകുന്ന പോലീസുകാരെയാണ്. ഇഷിത നിർത്തുകയെന്നും പറഞ്ഞിട്ട് ഓടി വന്നു. എന്താ ഇത്? എന്തിനാ എൻ്റെ മോനെ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത്? വിവരം അറിഞ്ഞ് മീഡിയക്കാർ തള്ളിക്കയറുന്നതിന് മുമ്പ് പുറത്തേക്ക് കൊണ്ടുപോ എന്ന് പോലീസ് പറഞ്ഞു. എന്ത് വിവരം? ആദ്യം നിങ്ങൾ കൊണ്ടുപോകുന്ന എന്തിനാ? മഹേഷ് എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? മേഡം, കുഞ്ഞിനെ കീടനാശിനി സ്പ്രേ ഉപയോഗിച്ചില്ലേ? ആ സ്പ്രേ ആദിയുടെ റൂമിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ കള്ളം പറയാണ്. കുട്ടി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ മോൻ ഇങ്ങനെ ചെയ്യില്ല, ഇവനൊരു പാവം കുട്ടിയാ, ഇവൻ അങ്ങനെ ചെയ്യില്ല എന്ന് ഇഷിത പറയുക. മോനെ, ഇഷിതാമ്മ മോനെ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ മോനെ എനിക്ക് വിശ്വാസമാണ്. മേഡം, ഞങ്ങൾക്ക് ആളും ചാനലുകാരും കൂടുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പ്രതിയെ കൊണ്ടുപോയേ പറ്റൂ. പ്രതിയോ? എൻ്റെ മോനോ? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? തൊട്ടുപോകരുത് എൻ്റെ കുഞ്ഞിനെ. മഹേഷ് എന്ത് കണ്ട് നിൽക്കുക?
എന്ന് ഇഷിത ചോദിച്ചു. അപ്പോൾ ഇഷിതാമ്മ തടയണ്ട, ഇഷിതാമ്മയെന്നല്ല ആർക്കും എന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല. പോലീസ് എന്നെ കൊണ്ടോട്ടെ, അവർ ചോദ്യം ചെയ്യട്ടെ, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എൻ്റെ കുഞ്ഞ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. കുഞ്ഞിൻ്റെ അരികിൽ അന്ന് അവസാനം വന്നത് ഞാനല്ലേ, നീ ചിപ്പി നേരത്തെ പോയതല്ലേ. ഇഷിതാമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട, സത്യം ജയിക്കും ഇഷിതാമ്മേ. ഇഷിതാമ്മ കുഞ്ഞിനെ നോക്ക്, ഞാൻ തിരിച്ചു വരുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞാവേ ജീവനോടെ കാണണം എന്ന് ആദ്യം ഇഷിതയോട് പറയുകയാണ്. അപ്പോഴേക്കും പോലീസ് പറഞ്ഞു കൊണ്ടോ. എന്നിട്ട് ആകാശ് നേരെ വീട്ടിൽ വന്നു. അപ്പോൾ രചന ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുക. അൻസാരി ദാസേ പുതിയ പാർട്ടി രൂപീകരിക്കുന്നു എന്ന് കേട്ടു, ഇന്നാണ് പ്രഖ്യാപനം. എന്തായോ ഒന്ന് ടി വി വെച്ചേക്കാം എന്നും പറഞ്ഞ് ആകാശ് ടി വി വയ്ക്കുക. ഇനി അയാൾക്ക് വീട്ടിലിരിക്കാം, കുറേ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടല്ലോ. ചിലതിനൊക്കെ ആകാശം ബിനാമിയല്ലേ, പാർട്ടി ഉണ്ടാക്കിയ ഞാനായിരിക്കും ജില്ലാ പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ടി വി വെച്ച വഴി ആ വാർത്തയാണ് കേട്ടോ. അതായത് നിഷിതയുടെ കുഞ്ഞിനെ അപകടത്തിൽപ്പെട്ട വാർത്തയൊക്കെയാണ്. മാത്രമല്ല വാർത്ത മുഴുവൻ കേട്ടപ്പോഴാണ് ഇഷിതയുടെയും മഹേഷിൻ്റെയും കുഞ്ഞാണിതെന്ന് മനസ്സിലാവുന്നത്. ആകാശ് ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. രചന, ആകാശ് മഹേഷിൻ്റെ കുഞ്ഞിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ല ആദ്യം എന്താ പറഞ്ഞത്, കീടനാശിനി സ്പ്രേ ചെയ്തു എന്നല്ലേ? ആര്? മഹേഷ് ചന്ദ്രൻ്റെ ആദ്യ ഭാര്യയുടെ മകൻ ആദിത്യൻ പോലീസ് കസ്റ്റഡിയിലാണ്. രചനയാണെങ്കിൽ അയ്യോന്നും പറഞ്ഞ് എൻ്റെ കൊച്ച്, എൻ്റെ കുഞ്ഞ്, എൻ്റെ മോനൊന്നും അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് അവൻ പോലീസ് കസ്റ്റഡിയിലാണ്. എന്താന്ന് കാര്യം നോക്കട്ടെ നമുക്ക്. രചനയാണെ കരച്ചിലോട് കരച്ചിൽ. രചനയാണെ എൻ്റെ മോനിത് ചെയ്യില്ല എന്നും പറഞ്ഞ് കിടന്ന് കരയാ. ഞാൻ പറഞ്ഞതല്ലേ അവനെ മഹേഷിൻ്റെ കൂടെ അയക്കരുത് എന്ന്. ആ കൊച്ചു ചത്തില്ലേ? എനിക്കെൻ്റെ മോനെ കാണണം. എന്താ സത്യം അവൻ എന്നോട് പറയും. പോലീസ് തൊണ്ടി സഹിതം പിടിച്ചില്ലേ, അവൻ കുറ്റം സമ്മതിച്ചില്ലേ, മര്യാദയ്ക്ക് അവനിവിടെ ജീവിച്ചു പോയേനെ. മഹേഷിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? വേലിയിലെടുത്തുന്ന മൂർഖനെ എടുത്ത് തോളി ചുറ്റിയതല്ലേ. എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. ആകാശ് എൻ്റെ കൂടെ വാ. ഞാൻ വരാം. എനിക്ക് നിൻ്റെ കൂടെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും കുട്ടിയായതുകൊണ്ടായിരിക്കും കുട്ടി ഫോട്ടോ കാണിക്കാതിരുന്നത്. നമ്മളിപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാൽ മീഡിയക്കാർ ഇത് നിൻ്റെ മുഖവും റിപ്പോർട്ട് ചെയ്യും. മീഡിയക്കാർ TRPക്ക് വേണ്ടിയിട്ട് എന്ത് കഥയും മെനഞ്ഞെടുക്കും. മകനെ കൊണ്ട് നീയാണിത് ചെയ്യിപ്പിച്ചത് എന്ന് വരെ ഏതെങ്കിലും ചാനൽ ഊഹം പറഞ്ഞാൽ മതി, നീയും കേസിൽപ്പെടും. വക്കീലിന് വെച്ച് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്താൽ പോരെ. എനിക്ക് എൻ്റെ മോനെ രക്ഷിക്കണം. ആകാശിന് എങ്ങനെ ഇത് പറയാൻ തോന്നി? ഞാനൊരു അമ്മയാ. എല്ലാം ശരി തന്നെയാണ്, സ്റ്റേഷനിൽ ചെന്ന് സീൻ ഉണ്ടാക്കരുത്. നീയൊരു കാര്യം ഓർക്കണം, ആദ്യം തന്നെയാണ് ഇത് ചെയ്തത്. അവൻ മഹേഷിൻ്റെ കൂടെ പോയത് തന്നെ ഈ ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ടാണ്. എന്തായാലും എൻ്റെ സമ്പാദ്യം വിറ്റ് തുലച്ചിട്ടാണെങ്കിലും അവനെ കേസിൽ ഞാൻ ഊരിയെടുക്കും എന്ന് ആകാശ് വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. രചനയാണെങ്കിൽ ആകാശ് വാന്നും പറഞ്ഞ് ഓടുകയാണ് കേട്ടോ. ആകാശ് രചന പോയി കഴിഞ്ഞപ്പോൾ നിന്ന് ചിരിക്കുക. എന്തായാലും മഹേഷ് പോലീസ് വക്കീലിനെ വിളിക്കുകയാണ്. നമ്മുടെ സുജി വക്കീലില്ലേ, വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. മഹേഷ് എന്തൊക്കെയാണ് പറയുന്നത്? അപ്പോൾ സത്യമാണ്, ഞാനിപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്കാനും പറ്റില്ല, ആദ്യയുടെ അടുത്ത് പോകാതിരിക്കാനും പറ്റില്ല. ആദ്യം രക്ഷിക്കണ്ടേ? ഞാൻ ആദ്യം പോലീസ് കൊണ്ടുപോയപ്പോൾ മുതൽ ഞാൻ സുജിയെ വിളിക്കുക. അത് ഞാനൊരു കക്ഷിയെ കാണാൻ ഇറങ്ങിയതാണ്. കുഞ്ഞിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോഴും ഒരു ഉറപ്പും കിട്ടിയിട്ടില്ല. എനിക്കറിയില്ല, ഇങ്ങനെ പോയാൽ എനിക്ക് ഇഷിതയെ കൂടി നഷ്ടമാകും. ഭ്രാന്ത് പിടിച്ച് നടക്കുക. എന്തായാലും ആദ്യയുടെ കാര്യത്തിൽ മഹേഷിനൊരു ടെൻഷനും വേണ്ട, അവൻ്റെ കൂടെ ഞാനുണ്ട്. അവന് പുറത്തിറക്കാൻ ഞാൻ വേണ്ടതൊക്കെ ചെയ്യാം. താങ്ക് യു സുജി. പക്ഷേ സ്പ്രേ അവൻ്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ആദ്യം അത് ചെയ്യില്ല, എനിക്കറിയാം എന്ന് സുജി. ആ സ്പ്രേയിൽ ആദ്യയുടെ ഫിംഗർ പ്രിൻ്റ് ഇല്ലെങ്കിൽ അവൻ എങ്ങനെ പ്രതിയാക്കാൻ പറ്റും? മഹേഷ്, നടന്നിരിക്കുന്നത് ഒരു വൻ ചതിയാണ്. മഹേഷിനെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനുള്ള ഒരു പ്ലാൻ. ആദ്യമേലുള്ള ആരോപണം ഞാൻ ചെയ്തോളാം. C രാമഭദ്രൻ അത്ര നല്ല ഓഫീസറൊന്നും അല്ല. അയാൾക്ക് പിന്നാലെ ആകാശ് മേനോൻ വന്നിരുന്നു ഇവിടെ. എനിക്ക് മനസ്സിലായതാ അയാളെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ എന്ന് മഹേഷ് പറഞ്ഞു. എന്തായാലും ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് സുജി കോള് കട്ട് ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ ആദ്യ ചോദ്യം ചെയ്യാണ്. നീ ഇത് കണ്ടിട്ടുണ്ടോ? C രാമഭദ്രൻ പേടിപ്പിച്ച് ചോദിക്കുക. നീ ഇത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. ആ ടീഷർട്ട് കാണിച്ചേ. ആ ടീഷർട്ട് കാണിച്ചു കൊടുത്തു. ഇതേതാ ടീഷർട്ട്? ഈ ടീഷർട്ട് നിൻ്റെയാണോ? ടീഷർട്ട് എൻ്റെയാണ്. എന്നാൽ ഈ ടീഷർട്ടിൽ പൊതിഞ്ഞ് ഈ സാധനം നിൻ്റെ റൂമിലെ കട്ടിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനി നിനക്കിതല്ല ഇല്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. നീ ഇതേത് ഷോപ്പിൽ നിന്ന് വാങ്ങിയെന്ന് വരെ പോലീസ് കണ്ടെത്തി, ഷോപ്പുകാരനെ വരെ പൊക്കി. നിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അയാൾ നിന്നെ തിരിച്ചറിയുകയും ചെയ്തു. ഇനി നീ നിഷേധിക്കുമോ? നിഷേധിക്കും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നിഷേധിക്കും. അപ്പം നീ സമ്മതിക്കില്ല അല്ലേ?
ഞാൻ ആദ്യമായിട്ട് ഇത് കാണുവാണ്. ഞാനൊരു ഷോപ്പിലും പോയിട്ടില്ല. ആരെങ്കിലും പറഞ്ഞ് എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ? നിന്നെക്കൊണ്ട് പറയിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് തല്ലാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോഴേക്കും ആദ്യം പറഞ്ഞു, സാർ എൻ്റെ ദേഹത്ത് തൊട്ടാൽ വിവരം അറിയും. കുട്ടികൾക്കുള്ള അവകാശത്തെക്കുറിച്ച് ഞാൻ നല്ലവണ്ണം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആകാശ് മേനോൻ എൻ്റെ ദേഹത്ത് കൈവയ്ക്കാതിരുന്നത് അതൊക്കെ ഞാൻ അയാൾക്ക് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ അയാൾ പറയുന്നത് കേട്ടല്ലേ സാർ എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുന്നത്. ഞാൻ ഇത് വാങ്ങിയ ഷോപ്പുകാരനെ സാർ എൻ്റെ മുന്നിൽ കൊണ്ടുവാ. അയാളുടെ ഷോപ്പിലെ CCTV ഉണ്ടല്ലോ, സാർ അതിൻ്റെ ഫുട്ടേജ് ചെക്ക് ചെയ്തോ? നിർത്തടോ. പിന്നെ എങ്ങനെയാണ് ഈ കീടനാശിനി സ്പ്രേ നിൻ്റെ കട്ടിലടി വന്നത്? ഞാൻ റൂമിൽ നിന്ന് പോകുന്നത് വരെ ഇതവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാരാണ് അവിടെ കൊണ്ടുവച്ചതെന്ന് അറിയണമെങ്കിൽ കുഞ്ഞുവാവയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ആരാണെന്ന് കണ്ടുപിടിക്കണം. അതെൻ്റെ ജോലിയല്ല. സാറേ, പോലീസിനോട് എങ്ങനെ മറുപടി പറയണത് ഇവൻ പഠിച്ചിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഇങ്ങനെ ചോദിച്ചാലൊന്നും ഇവൻ പറയില്ല സാറേ. എന്നെ തല്ലിക്കൊന്നാൽ പോലും ഞാൻ ചെയ്യാത്ത കുറ്റം ഞാൻ ഏൽക്കില്ല. നീ അവർക്കൊപ്പം പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് നീ ഇത് സ്പ്രേ ചെയ്തില്ലേ? ഞാനും എൻ്റെ അനിയത്തിയും കാണാൻ കൊതിച്ചിരുന്ന കുഞ്ഞാവയാണ്. നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഇഷിതാമ്മയ്ക്കറിയാം, ഡാഡിക്കറിയാം. ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നിട്ട് കിട്ടിയതാ ഇഷിതാമ്മയ്ക്ക് ആ കുഞ്ഞിനെ. അതറിയാവോ നിങ്ങൾക്ക്? അവർ വെറും ഒരു അമ്മയല്ല, ചൈൽഡ് സ്പെഷ്യലിസ്റ്റാണ്. നിങ്ങൾ പോലീസുകാരല്ലേ, അവരെ സംശയിക്കും നിങ്ങൾ. നീയാണ് ചെയ്തത് എന്നതിനുള്ള തെളിവ് ഞാൻ ഉണ്ടാക്കിത്തരാം. ഇവനെ അകത്തുകൊണ്ട് വയ്ക്ക് എന്ന് പറഞ്ഞു. എന്തായാലും ആദ്യം പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേ സമയം നമ്മുടെ ഇഷിത കൊച്ചിനെ പരിശോധിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഒരു സിസ്റ്റർ കോഫി ആയിട്ട് വന്നു. മാഡം കോഫി വേണ്ട. എന്തായാലും ഇഷിത ആകെ സങ്കടത്തിലാണ്. മോളേന്ന് വിളിച്ച് കൊച്ചിൻ്റെ അടുത്ത് നിന്ന് കരയാട്ടോ. എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് കുഞ്ഞിന് അനക്കമൊക്കെ വരുന്നുണ്ട്. കുഞ്ഞ് ജീവൻ ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോൾ പിന്നെ മഹേഷിനോട് ആദ്യം രക്ഷിക്കാനായിട്ട് പറയാണ്. ഇതേസമയം സുജി ആദ്യം രക്ഷിക്കാനായിട്ട് അവിടെ എത്തി പോലീസിനോട് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആദ്യം കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ജീവനുള്ള കുഞ്ഞിനെ തന്നെയാണ് ഇഷിത ആദിക്ക് തിരികെ നൽകുന്നത്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട് ഡാഡി, ഇതാര് ചെയ്തു എന്ന ചോദ്യം നമുക്കത് കണ്ടുപിടിക്കേണ്ട ഡാഡി എന്ന് ആദ്യം ഇങ്ങനെ മഹേഷിനോട് ചോദിക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.